അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ഇഫ്താർ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രവാചകന്റെ ഒരു വചനമുണ്ട്, വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഹ്സിൻ ഇലാ ജാരിഹി വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം വൈഫ. അതായത് അള്ളാഹുവിലും പരലോക ജീവിതത്തിലും വിശ്വസിക്കുന്നവരാരോ അവർ തങ്ങളുടെ അയൽക്കാരോട് നന്നായി പെരുമാറട്ടെ. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാരാണോ അവർ അതിഥികളെ നന്നായി മാനിക്കട്ടെ. അതാണ് ഈ പ്രവാചക വചനത്തിൻ്റെ അർത്ഥം. നമ്മൾ ഈ ഇഫ്താർ പ്രോഗ്രാം ഇരിക്കുമ്പോൾ വിശ്വാസിയുടെ, ഒരു മുസ്ലിമിൻ്റെ പ്രധാന കർത്തവ്യങ്ങളിൽ പെട്ടതാണ് ഗസ്റ്റുകളെ ആദരിക്കുക എന്നത്. അവരെ വിളിക്കുക, ഭക്ഷണം കൊടുക്കുക, ഒന്നിച്ചിരിക്കുക, നർമ്മസല്ലാപങ്ങൾ പങ്കെടുക്കുക ചെയ്യുക എന്നത് വിശ്വാസിയുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. വിളിച്ചു വരുത്തി അപമാനിക്കൽ അത് നമുക്കറിയാം മനുഷ്യവിരുദ്ധമാണ്. ഇസ്ലാമിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് വിശ്വാസവിരുദ്ധവും കൂടിയായി മാറും. അതുപോലെ മറ്റൊരിക്കൽ പ്രവാചകനോട് ഒരു അനുയായി ചോദിച്ചു, അയ്യു ഇസ്ലാം ഖൈർ, ഏത് ഇസ്ലാമാണ് നല്ലത്? എന്നുവെച്ചാൽ നമുക്കിടയിൽ ഒരുപാട് മനുഷ്യന്മാർ ജീവിച്ചിരിപ്പുണ്ട്. മുസ്ലിങ്ങൾ എന്നുള്ള പേരിൽ എന്നാൽ ഒരുപാട് തെമ്മാടിത്തരം കാണിക്കുന്ന, കൊള്ളതായ്മകൾ കാണിക്കുന്ന, തീവ്രവാദത്തിലും അതേപോലെ മനുഷ്യവിരുദ്ധമായ കാര്യങ്ങളൊക്കെ ഏർപ്പെടുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ചുറ്റും കാണുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ചോദ്യം പ്രസക്തമാവുന്നത്. അദ്ദേഹത്തിന് അനുയായി ചോദിച്ചു, ഏത് ഇസ്ലാമാണ് നല്ലത്? അദ്ദേഹം മറുപടി പറഞ്ഞത്, ഭക്ഷണം കൊടുപ്പിക്കണം, ആൾക്കാരെ തീറ്റിക്കണം, അതാണ് ഏറ്റവും നല്ല സലാം. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത്, അറിയുന്നവർക്കും അറിയാത്തവരോടും സലാം പറയണം. അതായത് മുസ്ലിം ആണോ എങ്കിൽ അസ്സലാമു അലൈക്കും അല്ലെങ്കിൽ നമസ്കാരം എന്നത് ഒരു വിശ്വാസിയുടെ രീതിയല്ല എന്നാണ് ആ വചനത്തിൻ്റെ അർത്ഥം. എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എങ്കിൽ വിശ്വാസിക്ക് വിശ്വാസിയാവാൻ കഴിയില്ല എന്നാണ് ഈ പ്രവാചക വചനങ്ങൾ ഉദ്ദേശിക്കുന്നത്. മറ്റൊരിക്കൽ മുഹമ്മദ് നബി ഇങ്ങനെ പറഞ്ഞു, ആരാണ് മുസ്ലിം? ഒരു ഇസ്ലാം മതവിശ്വാസിയാണ് മുസ്ലിം എന്നാണ് നമ്മൾ പൊതുവെ കരുതുന്നത്. എന്നാൽ പ്രവാചകൻ അതിനെ ഡിഫൈൻ ചെയ്തത് മറ്റൊരർത്ഥത്തിലാണ്. അൽ മുസ്ലിമു മൻ സലിമൻ മുസ്ലിമു മിൻ ലിസാനിഹി വയദിഹി, അല്ലെങ്കിൽ അൽ മുസ്ലിമു മൻ സലിമൻ നാസ മിൻ ലിസാനിഹി വയദിഹി. അതായത് എൻ്റെ നാക്കിൽ നിന്നും എൻ്റെ കയ്യിൽ നിന്നും നിങ്ങൾ സുരക്ഷിതരാവാത്തിടത്തോളം കാലം ഞാൻ വിശ്വാസിയാവുകയില്ല എന്നാണ് എൻ്റെ അർത്ഥം. എൻ്റെ വിശ്വാസം, എൻ്റെ ഇസ്ലാം നിങ്ങളോടുള്ള പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നിൽ നിന്ന് നിങ്ങൾ മോശമായ എന്തെങ്കിലും നേരിടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ വിശ്വാസം ശരിയല്ല എന്നാണ്. അപ്പോൾ അതാണ് വിശ്വാസത്തെ പ്രവാചകൻ ഡിഫൈൻ ചെയ്തത്. ഒരു മുസ്ലിം ഇങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ ഈ കൂട്ടായ്മ, ഒന്നിച്ചിരിക്കൽ, ഒന്നിച്ച് ഭക്ഷണം കഴിക്കൽ, ഇതൊക്കെ പറഞ്ഞതുപോലെ ഈ ഇവിടെ വിശദീകരിച്ചപ്പോൾ നമ്മുടെ ഇടപാടുകളെല്ലാം വിശ്വാസത്തിന്റെ ഭാഗമായി മനസ്സിലാക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. മറ്റൊരിക്കൽ പറഞ്ഞു, കുലു ജമിഅൻ വലാ തഫറഖു, നിങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, നിങ്ങൾ വിള്ളലുകൾ ഉണ്ടാക്കരുത്. ഫഇന്നൽ ബറകത മഅൽ ജമാഅത്ത്, ഈ അനുഗ്രഹം എന്ന് പറയുന്നത് ഒന്നിച്ചിരിക്കുന്നതിലാണ് എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാനിതൊക്കെ ആദ്യം പറയുന്നത്, ഈ ഇഫ്താർ പ്രോഗ്രാം എന്ന് പറയുന്നത് ചടങ്ങിന് വേണ്ടി സംഘടിപ്പിക്കുന്ന മുസ്ലിങ്ങളുടെ ഒരു ഏർപ്പാടാണ് എന്നത് പൊതുവെ അങ്ങനെ ഒരു ആരോപണങ്ങൾ, അല്ലെങ്കിൽ ഈ പ്രോപ്പഗണ്ട ഉദ്ദേശിക്കുന്നവർക്ക് എന്തും പറയാമല്ലോ. അത്തരത്തിൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയും ചില ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി ഒരുമിച്ച് കൂട്ടുന്ന പരിപാടിയാണ്, അവർക്ക് ഇങ്ങനെ ചില താല്പര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഇങ്ങനെയുള്ള കൂട്ടായ്മകളെ അവഹേളിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇസ്ലാമിക വിശ്വാസം പേറുന്ന ഒരാൾക്ക് ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ചേ പറ്റൂ. കാരണം അതല്ല എങ്കിൽ അയാൾ വിശ്വാസിയാവുകയില്ല എന്നാണ് എൻ്റെ അർത്ഥം.
ഖുർആനിൽ ഒരു വചനമുണ്ട്, താവനു അലൽ ബിർരി വ തഖ്വ വലാ താവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ ബിർറ് എന്ന് വെച്ചാൽ അറബി പദത്തിന്റെ അർത്ഥം പുണ്യമെന്നാണ്, നല്ല കാര്യം. തഖ്വ നേരത്തെ ഇവിടെ വിശദീകരിച്ചതുപോലെ സൂക്ഷ്മത, ജാഗ്രത എന്നതാണ് അർത്ഥം. നിങ്ങൾ പുണ്യകാര്യങ്ങളിലും നന്മ കാര്യങ്ങളിലും സൂക്ഷ്മതയുടെയും ജാഗ്രതയുടെയും കാര്യത്തിൽ പരസ്പരം സഹകരിക്കുക. വലാ താവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. എന്നാൽ കുറ്റം, പാപം, തിന്മ എന്നാണ് ഇസ്മി എന്ന പദത്തിന്റെ അറബി പദത്തിന്റെ അർത്ഥം. അതിലും ഉദ്വാൻ എന്ന് വെച്ചാൽ ശത്രുത. ശത്രുതയിലും കുറ്റം, പാപം, തിന്മ എന്ന കാര്യത്തിലും ആരോടും ഒരു തരത്തിലുള്ള സഹകരണവും പാടില്ല. അതായത് വിശ്വാസം ഏത്, അയാളുടെ സ്വഭാവം എന്ത് എന്നതിനേക്കാളും അപ്പുറം പൊതു നന്മയിലും നല്ല ജാഗ്രതയുടെയും സൂക്ഷ്മതയുടെയും കാര്യത്തിൽ എല്ലാവരുമായി സഹകരിക്കുകയും എന്നാൽ അക്രമത്തിൻ്റെയും ശത്രുതയുടെയും തിന്മയുടെയും പാപത്തിൻ്റെയും കുറ്റത്തിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള സഹകരണം പാടില്ല എന്നും കൂടി ഖുർആൻ പറയുന്നത് നമുക്ക് കാണാം. മറ്റൊരിടത്ത് നമ്മൾ മലയാളത്തിൽ വസുധൈവ കുടുംബം എന്ന് പറയാറുണ്ട്. ലോകത്തുള്ളവരെല്ലാവരും ഒരു കുടുംബമാണ്. ഖുർആൻ ഒരു ആശയം മുന്നോട്ട് വെക്കുന്ന വേറൊരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ് ഇന്നാ ജഅൽനാകും ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ. നാം നിങ്ങളെ എല്ലാവരെയും ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഫജഅൽനാകും ശൗബൻ വ ഖബാഇല ലിതആറഫു. നിങ്ങളെല്ലാവരെയും വിവിധ സമൂഹങ്ങളായും ഗോത്രങ്ങളായും, അന്ന് ഗോത്രവംശങ്ങളായിരുന്നല്ലോ പൊതുവെ ഉണ്ടായിരുന്നത്, പ്രത്യേകിച്ച് അറേബ്യൻ സമൂഹത്തിൽ. അതിനെ പരിഗണിച്ചുകൊണ്ട് പറഞ്ഞു, വിവിധ സമൂഹങ്ങളായും വിവിധ ഗോത്രങ്ങളായും നാം സൃഷ്ടിച്ചത് ലിതആറഫു, പരസ്പരം തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടാണ്. അതായത് വൈവിധ്യമാണ്, ഡൈവേഴ്സിറ്റിയാണ് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഖുർആൻ അതും എടുത്ത് പറയുന്നത് കാണാം. ഈ ബഹുസ്വരത എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് ഈ പ്ലൂരൽ സംവിധാനം, അത് ദൈവത്തിന്റെ ഒരു ദൃഷ്ടാന്തമായിട്ടാണ്, സൈൻ ആയിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഇഖ്തിലാഫു അൽസിനത്തിക്കും വ അൽവാനിക്കും, നിങ്ങളുടെ ഭാഷകളുടെ വ്യത്യാസം, നിങ്ങളുടെ നിറങ്ങളുടെ വ്യത്യാസം, നിങ്ങളുടെ സൃഷ്ടിപ്പിന്റെ തന്നെ വ്യത്യാസം, അതെല്ലാം ദൈവത്തിന്റെ അടയാളമാണ്. അത് പരസ്പരം തിരിച്ചറിയാനും കൊള്ളക്കൊടുക്കുകൾ നടത്താൻ വേണ്ടിയാണ്, തല്ലാൻ വേണ്ടിയിട്ടല്ല. ഇതൊക്കെ റമദാൻ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം, ഒരു മുസ്ലിം നോമ്പെടുത്ത് കഴിഞ്ഞാൽ അയാൾക്കുണ്ടാവേണ്ടത് ഈ മൂല്യങ്ങളാവണം. നോമ്പെടുത്തിട്ട് നാട്ടുകാരെ തെറി വിളിക്കുന്നവൻ, നോമ്പെടുത്തിട്ട് വായ തുറന്നിട്ട് കള്ളം പറയുന്നവന്റെ നോമ്പ് പടച്ചവന് വേണ്ട എന്ന് പറയുന്ന ഒരു വിഭജനമുണ്ട്. രാവിലെ മുതൽ വെള്ളവും ഭക്ഷണമൊക്കെ ഒഴിവാക്കി ഈ സന്ധ്യ വരെ നോമ്പെടുക്കുകയും എന്നാൽ വാതുറന്നാൽ കള്ളം പറയുകയും വേണ്ടാധീനം ചെയ്യുകയും ചെയ്യുന്നവന്റെ നോമ്പ് പടച്ചവന് വേണ്ട എന്ന് പറയുന്ന ഒരു വിഭജനമുണ്ട്. കാരണം നോമ്പ് നാക്കിൻ്റെയും കൂടി നോമ്പാണ്. ഇന്നത്തെ അവസ്ഥ നമുക്കറിയാം, ഹേറ്റ് സ്പീച്ച്, ഫോർവേഡ് മെസ്സേജുകൾ, കലാപങ്ങൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ള വഴികളാണ്. വാട്സപ്പിൽ ഒരു മെസ്സേജ് കൊണ്ട് തന്നെ ഗുജറാത്ത്, ഹരിയാന, ഡൽഹി പോലുള്ള പ്രദേശങ്ങളിൽ കലാപങ്ങൾ ഉണ്ടാക്കിയ ചരിത്രം നമ്മുടെ തൊട്ട് മുന്നിലുണ്ട്. അവിടെയാണ് ഈ നോമ്പിന്റെ പ്രത്യേകത വരുന്നത്. നോമ്പുള്ളവന്റെ നാക്കിൻ്റെയും കൂടെ നോമ്പാണ്. നോമ്പുള്ളവന് കൈയിൻ്റെയും കാലിൻ്റെയും കണ്ണിൻ്റെയും ശരീരാവയവങ്ങളുടെ മുഴുവൻ നോമ്പാണ്. അവിടെ സെൽഫ് കൺട്രോളാണ് നോമ്പിന്റെ പ്രധാന ആശയം. ആ നോമ്പ് പിടിച്ച ഒരാൾക്ക് വേണ്ടാധീനം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് നോമ്പിന്റെ ഈ ഒരു ആശയം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോ നമുക്കിടയിൽ നോമ്പ് പിടിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരുണ്ട്. അവർ ചെയ്യുന്ന ഒരു പക്ഷേ ഒരു സമൂഹത്തോടുള്ള ഒരു സോളിഡാരിറ്റിയാണ്. കാരണം ഒരാളൊരു സിസ്റ്റം കൊണ്ട് നടക്കുകയും ആ സിസ്റ്റം എന്താണെന്ന് അറിയണമെങ്കിൽ അതിനടുത്ത് നിന്ന് പരിചയപ്പെടണം. ദൂരെ നിന്ന് കണ്ടുകൊണ്ട് നമുക്കതിന് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ പറ്റും. അതെന്താണ് അയാൾ ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ അടുത്ത് നിന്ന് അറിയണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ഇത് താറഫു, പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ള കറസ്പോണ്ടൻസ് ഇല്ലാത്തിടത്തോളം കാലം അത് നമ്മൾ എപ്പോഴും ശത്രുതയിൽ തന്നെ ആയിരിക്കും. അങ്ങനെ ആയിരിക്കുന്നവർക്ക് ചിന്തയിലും നാക്കിലും കണ്ണിലുമെല്ലാം ഹേട്രഡേ, ശത്രുതയെ ഉണ്ടാവുകയുള്ളൂ. ഈ കൂടിയിരുത്തങ്ങൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. അതായത് ഒന്നിച്ചിരിക്കുക, ഒന്നിച്ചാസ്വദിക്കുക,
ഒന്നിച്ച് ആ ആത്മീയ ഭാവം ഉൾക്കൊള്ളുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു ഭാവി, നല്ലൊരു പ്രസൻസ്, നല്ലൊരു ഭാവിയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു ബോധമാണ് നോമ്പ് നമുക്ക് തരുന്നത്. മറ്റൊരു ആശയം നോമ്പിൻ്റെ, പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് കഴിക്കുന്നവൻ വിശ്വാസിയല്ല എന്ന് പറയുന്ന ഒരു വിവചനമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിഥികളെ ആദരിക്കുക, അയൽക്കാരനെ പരിഗണിക്കുക. എത്രത്തോളം എന്നാൽ ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രം, ജൂറിസ്പ്രൂഡൻസിൽ ഒരു ചർച്ച പോലും ഉണ്ടായിട്ടുണ്ട്. ഈ അനന്തരാവകാശ നിയമം വീതം വെക്കുമ്പോൾ മുഹമ്മദ് നബി അയൽക്കാരന് പോലും കൂടി തൻ്റെ സ്വത്ത് കൊടുത്തേക്കുമോ എന്ന് പോലും ചർച്ച ഉണ്ടായിട്ടുണ്ട്. അത്രത്തോളം പ്രാധാന്യം അയൽക്കാരനുണ്ട്. അതായത് നിങ്ങളൊരു വീട് വിൽക്കുകയാണെങ്കിൽ, സ്വന്തം പ്രോപ്പർട്ടി മറ്റൊരുത്തേക്ക് വിൽക്കുകയാണെങ്കിൽ ആദ്യം അന്വേഷിക്കേണ്ടത് അയൽക്കാരൻ്റെ അടുത്താണ്. ഇന്നത്തത് വേണോ, എന്നാൽ അവിടെ തീരുമാനിക്കാം. അത് കഴിഞ്ഞിട്ടേ ദൂരെയുള്ള ആൾക്ക് ആ ഒരു ചർച്ച പോകാൻ പാടുള്ളൂ എന്ന് തോന്നുന്നു. കാരണം നമ്മൾ അയൽക്കാരാണ്. നമ്മൾ ചെന്നൈയിലാണെങ്കിലും ഒരു ഫോൺ കോളിൽ ദൂരത്തിൽ മാത്രം ജീവിക്കുന്നവരാണ്. നമ്മൾ ഗ്ലോബൽ വില്ലേജിൻ്റെ കാലത്തും കൂടാണ്. അവിടെ നമ്മൾക്ക് ഈ ഒരു ജിയോഗ്രഫിക്കലായ പരിധികൾക്കപ്പുറം ഒരു ടെക്സ്റ്റ് മെസ്സേജിൻ്റെ ദൂരം മാത്രമേ നമുക്കെല്ലാവർക്കും ഉള്ളൂ. അതൊരു പുതിയൊരു അയൽപ്പക്ക ബന്ധവും കൂടാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പരസ്പരം കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും സ്നേഹം പരസ്പരം പങ്കുവെച്ചും ജീവിക്കാൻ നമുക്ക് കഴിയണം. അത് ഇങ്ങനെയുള്ള, ഇപ്പോൾ റമദാൻ ഈ മാസം പോലെ ലോകത്തെ മുസ്ലിങ്ങൾ പല ഭാഗത്തും കോടിക്കണക്കിന് ആൾക്കാർ നോമ്പെടുക്കുന്നത് മറ്റൊരാൾക്കും കൂടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നും കൂടി ആലോചിച്ചുകൊണ്ടാണ്. ഈ നോമ്പിൻ്റെ അവസാനം ഒരു പ്രത്യേക ഒരു ചാരിറ്റി പ്രവർത്തനമുണ്ട്. അതോടൊപ്പം ഞാൻ അവസാനിപ്പിക്കാൻ, അത് ഫിത്ർ സക്കാത്ത് എന്നാണ് അതിന് പറയുക. അതായത് അതിൻ്റെ ഒരു ആശയം, നാളെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ എന്നെപ്പോലെ എൻ്റെ അയൽക്കാരനും ഭക്ഷണം ധരിക്കണം, എൻ്റെ അയൽക്കാരനും വസ്ത്രം ധരിക്കണം, എന്നാൽ മാത്രമേ എൻ്റെ നോമ്പ് ഫലവത്താവുള്ളൂ എന്നാണ് എൻ്റെ ആശയം. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ നിങ്ങൾ പക്ഷെ കണ്ടിട്ടുണ്ടാവാം, മുസ്ലിം വീടുകളിലെ അരികളും ഭക്ഷണങ്ങളും പല ഭാഗത്തേക്ക് പറക്കുന്നത് കാണാം. ഒരു വലിയ ചാക്കും കേട്ട് മുസ്ലിം പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ബൈക്കിൻ്റെ പുറയിൽ വെച്ചുകൊണ്ട് 4-5 പേര് ഇങ്ങനെ ഓരോ വീടാന്തരം വിതരണം ചെയ്യുന്നത് കാണാം. അത് ഈ ഒരു ആശയമുള്ളത് കൊണ്ടാണ്. അത് ഞാൻ നാളെ ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ കൂടെ അയാളും ഭക്ഷണം കഴിക്കണം, അവളും ഭക്ഷണം കഴിക്കണം, അവർക്ക് നല്ല വസ്ത്രം ഉണ്ടാവണം എന്നാണ് എൻ്റെ ചിന്ത. ഇനി ഫിത്ർ സക്കാത്ത് എന്നാണ് പറയുക. ഈ പറയുന്ന സക്കാത്ത് എന്നത് മുസ്ലിം കൺസെപ്റ്റ് മാത്രമല്ല. സെമിറ്റിക് മതങ്ങൾ എന്ന് പറയുന്ന യഹൂദ ക്രിസ്ത്യൻ മതങ്ങളിലും ഇതുണ്ട് എന്ന് നമുക്ക് കാണാം. ഇസ്മായിൽ പ്രവാചകനെ ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വചനം ഖുർആൻ പറയുന്നുണ്ട്, ഇസ്മായിൽ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരോട്, വീട്ടുകാരോട് സക്കാത്തും നിസ്കരിക്കുവാനും കൽപ്പിക്കുമായിരുന്നു. സക്കാത്ത് എന്ന് പറഞ്ഞാൽ നിർബന്ധിതമായ ചാരിറ്റി പ്രവർത്തനത്തിനെയാണ് സക്കാത്ത് എന്ന് പറയാം. അതുപോലെ തന്നെ യേശു പ്രവാചകൻ, ഈസ എന്ന് മുസ്ലിങ്ങൾ വിളിക്കുന്ന ജീസസ്, അദ്ദേഹത്തെയും ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഖുർആനിൽ മറിയം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, മേരി. അതിൽ ഈ ജീസസ് പ്രവാചകന്റെ വർത്തമാനം പറയുന്ന ഔസാനി വിസ്വലാത്തി വസ്സക്കാത്ത്, ദൈവം എന്നോട് സക്കാത്ത് ചാരിറ്റി പ്രവർത്തനത്തിന് നമസ്കരിക്കാനും എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. അതായത് മുൻകാല പ്രവാചകന്മാരുടെയും അല്ലെങ്കിൽ സെമിറ്റിക് മതങ്ങളുടെയും ഒരു രീതി തന്നെയാണ് ഈ ചാരിറ്റി പ്രവർത്തനം എന്ന് പറയുന്നത്. നിങ്ങൾ യഹൂദ മതം അന്വേഷിക്കുകയാണെങ്കിൽ അവിടെ സദക്ക എന്ന് പറയുന്ന പദം കാണാം. അത് അറബിയിൽ സ്വദക്ക എന്നാണ് പറയുക. ഹീബ്രു അറബി തമ്മിൽ സെമിറ്റിക് ഭാഷകളായതുകൊണ്ട് ചെറിയ വ്യത്യാസമേ ഉള്ളൂ. രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. സ്വദക്ക എന്ന് അറബിയിൽ ഉദ്ദേശിക്കുന്നത് വ്യക്തിപരമായ ഒരാൾ അയാളുടെ വിശ്വാസം ഉറപ്പുവരുത്തുവാൻ വേണ്ടി ബാക്കിയുള്ളവർക്ക് നൽകുന്ന, ആരും കാണാതെ നൽകുന്ന സഹായ പ്രവർത്തനത്തിനെയാണ് സ്വദക്ക എന്ന അറബിയിൽ ഉദ്ദേശിക്കുന്നത്. എന്നാൽ സദക്ക എന്ന് പറയുന്ന ഹീബ്രു പദത്തിൽ അത് ജസ്റ്റിസ്, നീതി എന്നുള്ള അർത്ഥമാണ്. അതും ഇതേ ആശയം തന്നെയാണ്. ബാക്കിയുള്ളവരെ അവരുടെ വേദനകൾ കണ്ടറിഞ്ഞുകൊണ്ട് അവരെ സാമ്പത്തികമായോ സാമൂഹികമായോ വ്യക്തിപരമായോ സഹായിക്കുന്നതിനാണ് സദക്ക എന്ന ഹീബ്രു പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ സെമിറ്റിക് റിലീജിയനിലും
ഇതേ ആശയം നിലനിൽക്കുന്നത് കാണാം. ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരം യഹൂദ ക്രിസ്തീയ ആശയങ്ങളുടെ ഒരു പിന്തുടർച്ചയാണ് ഇസ്ലാം എന്നാണ് ഇസ്ലാമിനെ സ്വയം ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്മാർ പറയുന്നത് തന്നെയാണ് ഖുർആനും പറയുന്നതെന്നാണ് ഖുർആൻ അവകാശപ്പെടുന്നത്. ഈ നോമ്പ് നിർബന്ധമാക്കുന്ന ഒരു വചനമുണ്ട് ഖുർആൻ. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ആ ആയത്തിൽ അർത്ഥം നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കുന്നു എന്നാണ്. അതായത് വിശ്വാസികളുടെ, മുസ്ലിങ്ങളുടെ മാത്രം ഒരു പൊതുവായ ഒരു സംവിധാനമല്ല നോമ്പ് എന്ന് പറയുന്നത്. അത് മുൻകാല സമൂഹങ്ങളിലും നോമ്പുണ്ടായിരുന്നു എന്നാണ് ആ ഒരു സൂക്തം തന്നെ വെളിവാക്കുന്നത്. അപ്പൊ അത് ഞാൻ പറയുന്നത് ഇതൊരു പിന്തുടർച്ചയുടെ ഭാഗമാണ്. അപ്പോൾ ആർക്കും നോമ്പിനെ അടുത്തറിയാം, നോമ്പിനെ ഏറ്റെടുക്കാം, നോമ്പിനെ അനുഭവിക്കാം. അങ്ങനെ നമുക്കെല്ലാവർക്കും നോമ്പ് മാത്രമല്ല ഈ ഇതേപോലത്തുള്ള ആഘോഷങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ഒരു കൊടുക്കൽ വാങ്ങലുകൾ, സ്നേഹത്തിന്റെ കൊടുക്കൽ വാങ്ങലുകൾ നടത്തുകയും അങ്ങനെ പരസ്പരം വിശ്വാസത്തെ അടുത്തറിയുകയും ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽഉദ്വാൻ. നന്മയുടെ കാര്യത്തിൽ, പൊതുവായ നന്മയുടെ കാര്യത്തിൽ എല്ലാവരും ഒരുപോലെ സഹകരിക്കുക. തിന്മയുടെ കാര്യത്തിൽ ആരും ആരെയും സഹകരിക്കാതിരിക്കുകയും ചെയ്യുക. വസുദൈവ കുടുംബം എന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയണം. കാരണം നമ്മളെല്ലാവരും ആംഗ്ല പെങ്ങളന്മാരും മൂത്താമ്മയും ഇളയമ്മയും കൊച്ചമ്മമാരൊക്കെയാണ്. നമ്മുടെ വിവിധ കാലങ്ങളായി, ചരിത്രങ്ങളായി, നൂറ്റാണ്ടുകളായി വ്യത്യസ്ത കുടുംബത്തിൽ പിറന്നുപോയി എന്ന കുറ്റം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. നമ്മളൊക്കെ ആരൊക്കെയോ എങ്ങനെയൊക്കെയോ കസിൻസാണ്, അല്ലെങ്കിൽ മൂത്തുമ്മ ഇളയമ്മ കൊച്ചമ്മ ബന്ധം ഉള്ളവരാണ് നാം. അത് തിരിച്ചറിയുക, അല്ലെങ്കിൽ അത് ആ ബോധം നമ്മൾ ഉണർത്തുക. ഉണർത്താൻ പറ്റുന്നത് ഇങ്ങനെയുള്ള വേദികളാണ്. അതാകുമ്പോൾ ബോധമുണ്ടാവുകയും പരസ്പരം തിരിച്ചറിയുകയും അടുത്തറിയുകയും പുഞ്ചിരിക്കുകയും ചെയ്യുക. ഒരു നബിവചനമുണ്ട്, പുഞ്ചിരി സ്വതത്തെയാണ്, പുഞ്ചിരി ഒരു ചാരിറ്റിയാണ്. അതിന് കാരണം ഇപ്പം ഞാൻ പുഞ്ചിരിക്കുമ്പോൾ നിങ്ങളും ചിരിക്കും. ഞാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും എനിക്കൊരു സ്നേഹം നിങ്ങളിലേക്ക് വിതരണം ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവും. ആ സന്തോഷം അതൊരു ചാരിറ്റിയും കൂടെയാണ്. ആ ചാരിറ്റി ഞാൻ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്നുള്ള ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല, ദൈവത്തിൽ നിന്ന് മാത്രമേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. ഖുർആൻ ഈ ഒരു ആശയം പറയുന്ന ഒന്ന് രണ്ട് സൂക്തങ്ങളുണ്ട്. അല്ലദീന യുതഈമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വ യതീമൻ വ അസീറ. വിശ്വാസികളെ വിശദീകരിക്കുന്ന ഒരു ആയത്താണ്. അവർ ബാക്കിയുള്ളവർക്ക് ഭക്ഷണം ആവശ്യമുണ്ടായിട്ട് പോലും തീറ്റിക്കുന്നവരാണ്. അത് മിസ്കീൻ എന്ന് പറഞ്ഞാലും ഒന്നുമില്ലാത്തവൻ, യതീമെന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ ഇല്ലാത്തവർ, അസീർ എന്ന് പറഞ്ഞാൽ ഈ തടവുപുള്ളികൾ, എന്നാൽ ആരെയും മൈൻഡ് ചെയ്യാത്ത വിഭാഗമായിരുന്നു. സ്വന്തം ഭക്ഷണം ആവശ്യമുണ്ടായിട്ട് പോലും അവർക്ക് ഭക്ഷണം തീറ്റിക്കുന്നവരാണ് വിശ്വാസികൾ. എന്നിട്ട് തൊട്ടടുത്ത സൂക്തത്തിൽ പറയുന്നത് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. എന്നിട്ട് കൊടുക്കുമ്പോൾ അവര് പറയുക, ഇത് നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്കൊരു ഗ്രാറ്റിറ്റ്യൂഡോ ഒരു കൃതജ്ഞതയോ ഒരു നന്ദിയോ ഒരു ഉപഹാരമോ വേണ്ട. കാരണം ഞങ്ങൾ ദൈവത്തിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കുന്നവരാണ്. അപ്പോൾ നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നത് നിങ്ങളിൽ നിന്ന് എന്തോ കിട്ടുക എന്ന ലക്ഷ്യം, കിട്ടേണ്ടത് സ്നേഹം മാത്രമാണ്. ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്കും നിങ്ങളിൽ നിന്ന് നമുക്കും എന്നോ എവിടെയോ മുറിഞ്ഞു പോയ, പല കുടുംബങ്ങളായി മാറിയതിനാൽ മുറിഞ്ഞുപോയ സ്നേഹം മാത്രമാണ് നമുക്ക് പരസ്പരം കിട്ടേണ്ടത്. അല്ലാതെ വേറെ ഒന്നും വിദ്വേഷങ്ങളൊക്കെയും മാറ്റിവെക്കുക, നമ്മൾ ഉണ്ടാവാൻ പാടില്ലാത്ത ആണൊക്കെയും കൂടുതൽ സ്നേഹം ഉണ്ടാവുന്ന, കൂടുതൽ സ്നേഹം പ്രസരിപ്പിക്കാൻ കഴിയുന്ന, വിതരണം ചെയ്യാൻ കഴിയുന്നവരായി നമ്മൾ മാറുക. എല്ലാവർക്കും ഭാവുകങ്ങൾ. ഇസ്ലാമിലേക്ക്